നമസ്കാരം. എസ് ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BA ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫിലിം സ്റ്റഡീസ് എന്നൊരു പേപ്പർ പഠിക്കുവാനായിട്ടുണ്ട്. ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ 4ാമത്തെ വീഡിയോ ലെസനാണിത്. ഫിലിം സ്റ്റഡീസ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നില്ലെങ്കിലും ആർട്സ് എന്ന് പറഞ്ഞ പഠന വകുപ്പിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് ഇതിലൊരു സ്ട്രോങ് ബേസ് നൽകുക എന്നൊരു ഉദ്ദേശത്തോടും ഡിഗ്രി കഴിഞ്ഞ് ഈ മേഖലയിലേക്ക് തിരിയുവാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു പ്രചോദനമാവുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടും കൂടിയാണ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സിലബസിൽ ഈ പേപ്പർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള കുറെ വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 3 സെഷനുകളായി പഠിച്ചത്. നമ്മൾ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുവാനായിട്ട് നമ്മൾ പഠിച്ചു. ഈ സിനിമ സാധ്യമാക്കുന്ന അല്ലെങ്കിൽ ഈ കാഴ്ച വിസ്മയം സാധ്യമാക്കുന്ന പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഫിലിം, സിനിമ, മൂവി ഒരുപക്ഷെ നമ്മൾ ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കാം, പക്ഷെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. സിനിമയും നോവലുമായിട്ടുള്ള ബന്ധവും സിനിമയും നാടകവുമായിട്ടുള്ള ബന്ധത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഫിലിം ലാംഗ്വേജ്, ഓതർഷിപ്പ് എന്ന് പറഞ്ഞ പുതിയ 2 മേഖലകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. മിസൻസെൻ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, സൗണ്ട്, ഓട്ടേ തിയറി, ഇതെല്ലാം ഈ 2 മേഖലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ സിനിമ ഇന്ന് ഏത് തലത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സിനിമയുടെ ചരിത്രം കുറച്ച് നമ്മൾ വായിച്ചു മനസ്സിലാക്കി. പല വിധത്തിലുള്ള എക്യുപ്മെന്റ് നമ്മളവിടെ പരിചയപ്പെടുകയുണ്ടായി. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചില ടോയ്സ് ഉൾപ്പെടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തോമട്രോപ്പ്, ഫിനക്കിസ്റ്റോസ്കോപ്പ്, സോയിട്രോപ്പ് തുടങ്ങിയ നിരവധി ടോയ്സിനെ നമ്മളവിടെ പരിചയപ്പെടുകയുണ്ടായി. ആ ചരിത്ര നാൾ കടന്നു വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്ന് മനസ്സിലാക്കി. ലൂമിയ ബ്രദേഴ്സിന്റെ സിനിമാറ്റോഗ്രാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിനെ കാണുകയും ലത്തം ലൂപ്പ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ സിനിമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന കുറെ വ്യക്തികളും കുറെ സംഭവ വികാസങ്ങളും ഒക്കെയാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് പഠിച്ചത്. അതിനുശേഷമാണ് നമ്മൾ നറേറ്റീവ് ഫിലിംസ് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്. അതിന്റെ വളർച്ചയെ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മേജർ ഫിലിം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ഒരു സെഷനിലൂടെ, ലൈവ് സെഷനിലൂടെ ഞാൻ ഈ ചാപ്റ്ററിലുള്ള ആദ്യത്തെ 3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഏർലി സിനിമ, ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമ, കോണ്ടംപററി ഹോളിവുഡ് സിനിമ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ലെസണിലൂടെ ഏർലി സോവിയറ്റ് സിനിമ, ഫ്രഞ്ച് പോയറ്റിക് റിയലിസം, ദ ഫ്രഞ്ച് ന്യൂ വേവ് എന്നീ 3 വിഷയങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരിക്കൽ കൂടെ SJS ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഏർലി സോവിയറ്റ് സിനിമ. The bulk of film production in the USSR between 1917 and 1991 was happening in the studios of Moscow and Leningrad. ഒരുപക്ഷെ നിങ്ങൾ ഈ 2 സ്ഥലങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ടായിരിക്കും. Moscow is the capital and largest city of Russia. Leningrad is the second largest city of Russia. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഈ റഷ്യയിലുള്ള ഈ നഗരങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കുന്നതെന്നുള്ളത്. ഫിലിം എന്ന് പറഞ്ഞ മേഖല ഇന്ന് ഏത് തലത്തിലാണോ വന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത്, അത് പല സ്ഥലങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ഇന്നത്തെ ഈ ഒരു തലത്തിലേക്ക് വന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന നിങ്ങൾ ഇംഗ്ലണ്ടിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെയാണ് ഫിലിമിനെ പറ്റി പഠിക്കുമ്പോൾ റഷ്യനെ പറ്റിയും അല്ലെങ്കിൽ സോവിയറ്റ് സിനിമയെ പറ്റിയും ഫ്രഞ്ച് സിനിമയെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ USSRൽ അല്ലെങ്കിൽ റഷ്യയിലെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിനിമകൾ ഈ 2 പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സ്റ്റുഡിയോസിനെ കേന്ദ്രീകരിച്ച്. The Soviet experimental cinema of the 1920s brought into prominence the concept of montage associated with Lev Kuleshov. Lev Kuleshov is a Russian filmmaker and is considered to be the first film theorist. Montage എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ സ്ക്രീനിലോട്ടൊന്ന് നോക്കുക. Montage is a cognitive event in which viewers derive more meaning from the interaction of 2 sequential shots than from a single shot in isolation. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കുലഷോവ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് അല്ലെങ്കിൽ മൊണ്ടാഷ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ് നിങ്ങൾ ശരിക്കും കാണുന്നത്. ഒറ്റ ഒരു ഷോട്ടിലൂടെ അല്ല നമുക്ക് അർത്ഥം കിട്ടുന്നത്. പല ഷോട്ട്സ് അടുപ്പിച്ച് വെക്കുന്നതിലൂടെയാണ്, പല സീക്വൻഷ്യൽ ആയിട്ടുള്ള ഷോർട്സിനെ അടുപ്പിച്ച് വെക്കുമ്പോഴാണ് നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ഐഡിയയിലേക്ക്, മെസ്സേജിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പൊ 2 മെസ്സേജസ് ആണ് സ്ക്രീനിലുള്ളത്. എ നൈസ് ഓൾഡ് മാൻ
എ ഡർട്ടി ഓൾഡ് മാൻ. അപ്പൊ ഈ രണ്ട് ആശയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ചില തരത്തിലാണ്, പ്രത്യേക തരത്തിലാണ് ഈ ഇമേജസിനെ, ഷോർട്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഷോർട്സ് അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രത്യേകമായിട്ടൊരു ആശയത്തിലേക്കോ അർത്ഥത്തിലേക്കോ ചെന്നെത്താം. ഇതാണ് ഈ കുലശോവ് എഫക്റ്റ് എന്ന് പറഞ്ഞ് പിന്നീട് സിനിമാ ലോകത്ത് അറിയപ്പെട്ടത്. നമ്മൾ മൊണ്ടാഷ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്ട്രൈക്ക്, ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ, ഒക്ടോബർ were some of the titles which experimented this form. ഈ ഫോം എന്ന് പറഞ്ഞാൽ കുലശോവ് എഫക്റ്റ് അല്ലെങ്കിൽ മൊണ്ടാഷ് എന്ന് പറഞ്ഞ എഫക്റ്റ്. ഇനി ഈ സിനിമകൾ സ്ട്രൈക്ക്, ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ, ഒക്ടോബർ ഇതെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് റഷ്യൻ ഡയറക്ടർ ആയിട്ടുള്ള സെർഗെ ഐസൻസ്റ്റൈൻ ആണ്. സെർഗെ ഐസൻസ്റ്റൈൻ tried to create meaning through collision and juxtaposition of shots. ഇത് കുലശോവ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. ക്രിയേറ്റിംഗ് മീനിങ് ത്രൂ കൊളിഷൻ ആൻഡ് ജക്സ്റ്റാപോസിഷൻ ഓഫ് ഷോട്ട്സ്. ജക്സ്റ്റാപോസിഷൻ എന്താണ്? പ്ലേസിംഗ് വൺ ഓവർ ദി അതർ, ഓവർലാപ്പിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. So Sergei Eisenstein tried to create meaning through collision and juxtaposition of shots by adapting Kuleshov's theory. Techniques like fast editing and unusual camera angles brought over a change to the classical narrative cinema. അപ്പൊ തൊട്ട് മുൻപേ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു ഈ കുലശോവ് എഫക്റ്റും സെർഗെ ഐസൻസ്റ്റൈന്റെ അഡാപ്റ്റേഷൻ, കുലശോവ് എഫക്റ്റിന്റെ അഡാപ്റ്റേഷനും ഒക്കെ സംഭവിച്ചത്. ഫാസ്റ്റ് എഡിറ്റിംഗ് പോലെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള എഡിറ്റിംഗ് ടെക്നിക്സും ഒക്കെ സിനിമയിലേക്ക് അപ്ലൈ ചെയ്യപ്പെടാനായിട്ട് തുടങ്ങി. ഫാസ്റ്റ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റ് കട്ടിംഗ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ ചെറിയ ഡ്യൂറേഷനിലുള്ള ക്ലിപ്സ്, ഷോർട്സ് അടുപ്പിച്ച് വെക്കുന്നതിനാണ് ഫാസ്റ്റ് കട്ടിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ തന്നെ അൺയൂഷ്വൽ ക്യാമറ ആംഗിൾസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ആംഗിൾസ് ഉണ്ട്, അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ക്യാമറ ആംഗിളിനെ സജ്ജീകരിക്കുകയാണ്. അപ്പൊ ഇതിലൂടെ എല്ലാം തൊട്ട് മുൻപേ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ള സിനിമയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റഷ്യൻ സിനിമക്ക് സാധിച്ചു. The idea of art as production was the motto behind the newly emergent Soviet cinema of the 1920s. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഇറങ്ങിയ സിനിമകൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ആശയം ഉണ്ടായിരുന്നു അതിന്റെ പുറകിൽ. The idea of art as production, art as something which is produced or created by someone or through a particular process. അതാണ് art as production കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The constructivists realized the potential for change in technology and the role to be played by cinema in fostering a national identity to the new Soviet republics. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ റഷ്യൻ റെവല്യൂഷൻ ഒക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ടേമോയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കൂടെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കടമ ആ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകൾക്കുണ്ട്. അപ്പൊ അതിനെല്ലാം ഈ പുതിയ അപ്രോച്ച് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ വായിച്ച് മനസ്സിലാക്കിയത്. The propagandist and educative potentials of cinema were exploited by Lenin and Stalin. The silent film served as an ideal vehicle for instructing the masses. During the Civil War period between 1915 and 1921, agit trains were used to exhibit movies all around the country. Agit trains എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. It's a locomotive engine with a special auxiliary car outfitted for propaganda purposes by the Bolshevik government. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള കോച്ച് ആയിരിക്കും ഇത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ട്രെയിൻ ഉടനീളം ഇത്തരത്തിലുള്ള പോസ്റ്റർ പതിപ്പിക്കുകയും ചില ഡെക്കറേഷൻസ് ചെയ്യുകയും പെയിന്റിങ്സ് ചെയ്യുകയൊക്കെ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ ഈ ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ ഈ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് സിനിമാ പ്രദർശനം നടത്തുവാനായിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഉപയോഗിച്ചു. അവർ പ്രധാനമായി ഇതിലൂടെ എല്ലാം സാധ്യമാക്കി എടുത്തത് അവരുടെ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. These films were termed agitki. Cinema was used to disseminate the ideology of communism and the heroic proletarian struggle. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളെ അഗിറ്റ്കി അല്ലെങ്കിൽ അജിറ്റ്കി എന്നാണ് പറയപ്പെടാനുണ്ടായിരുന്നത്. ഇത്തരം സിനിമയിലൂടെ കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സ്റ്റാലിൻ, ലെനിൻ പോലുള്ള നേതാക്കൾ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആശയം കൈമാറുവാൻ വേണ്ടി വരെ സിനിമകൾ, അതായത് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങൾ കൈമാറുവാൻ വേണ്ടി വരെ സിനിമ ആ കാലഘട്ടത്തിൽ ആൾക്കാർ ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നു. Mosfilm and Mesrapom Film were the two famous film studios based in Moscow. The State Film School was established in the year 1919, headed by Vladimir Gardin, and it played a major role in nationalizing the film industry. ഇപ്പോൾ റഷ്യൻ സിനിമയുടെ വളർച്ചയെ പറ്റിയാണ് നമ്മൾ ഈ സെന്റൻസിലൂടെ മനസ്സിലാക്കുന്നത്.
മോസ്റ്റ് ഫിലിം, മെസ്ട്രാപ്പോം ഫിലിം എന്ന് പറയുന്ന 2 സ്റ്റുഡിയോസ് നിലവിൽ വരികയും ഈ സ്റ്റുഡിയോസ് വരുന്നതിലൂടെ കൂടുതലായി ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ 1919 സ്റ്റേം ഫിലിം സ്കൂൾ സ്ഥാപിക്കപ്പെടുന്നതിലൂടെ വ്ളാഡിമർ ഗാർഡിൻ എന്ന് പറഞ്ഞ റഷ്യൻ ഫിലിം ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ് ഫിലിം സ്കൂൾ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കൂൾ സ്ഥാപിക്കപ്പെടുന്നതിലൂടെ പ്രാദേശികമായി നിലനിന്ന ഒരു കാര്യം അത് രാജ്യമൊട്ടാകെ നീളുവാനായിട്ട് അതൊരു ഒരു നാഷണൽ ലെവലിൽ അത് ഉള്ളൊരു മീഡിയമായിട്ട് മാറുവാനായിട്ട് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. In 1922, a central coordinating company, Gaskino, was established. അപ്പോൾ ഈ സ്റ്റുഡിയോസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെൻട്രൽ കമ്മിറ്റി അല്ലെങ്കിൽ സെൻട്രൽ കമ്പനി ഫോം ചെയ്തു. ഗ്യാസ്കിനോ എന്നായിരുന്നു അതിന്റെ തുടക്കത്തിലെ പേര്. അത് പിന്നീട് ഇറ്റ് വാസ് റീനെയിം ടു സോഫ്കിനോ in 1925. The period from 1924 to 1929 is considered as a silent period in the film history of the Soviet Union. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൈലന്റ് സിനിമയെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. റഷ്യയുടെ ചരിത്രത്തിൽ USSRന്റെ ചരിത്രത്തിൽ ഈ സൈലന്റ് പീരീഡ് എന്നുള്ളത് 1924 to 29 ആണ്. The dearth of film stock retarded the production of domestic films. Lenin's new economic policy of 1921 permitted private companies to start operation. This brought about the production of some conventional feature films. ഇവിടെ നമ്മൾ സോവിയറ്റ് സിനിമയുടെ ചരിത്രം തന്നെയാണ് വായിക്കുന്നത്. നമ്മൾ മോസ്റ്റ് ഫിലിം, മെസ്ട്രാപ്പോം ഫിലിം എന്ന 2 സ്റ്റുഡിയോസ് വന്നതായി മനസ്സിലാക്കി. സ്റ്റേറ്റ് ഫിലിം സ്കൂൾ വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഗ്യാസ്കിനോ എന്ന് പറഞ്ഞ പിന്നീട് സോഫ്കിനോ എന്ന് പേര് മാറ്റപ്പെട്ട ഒരു കോർഡിനേറ്റിംഗ് കമ്പനി വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഒരു സൈലന്റ് പീരീഡ് ഉണ്ടായിരുന്നു ഫിലിം ഹിസ്റ്ററിയിൽ റഷ്യയുടെ സിനിമാ ചരിത്രം പറയുമ്പോഴത്തേക്ക്. ആ ഒരു കാലഘട്ടത്തിലാണ് ലെനിൻ പുതിയ എക്കണോമിക് പോളിസി അവതരിപ്പിക്കുന്നത്. ആ പോളിസി അവതരിപ്പിച്ചതിലൂടെ കുറെ പുതിയ പ്രൈവറ്റ് കമ്പനീസ് വരികയുണ്ട്. അതിലൂടെ തന്നെ കുറെ കൺവെൻഷണൽ ഫീച്ചർ ഫിലിംസ് നിർമ്മിക്കപ്പെടുവാനും തുടങ്ങി. ഇതെല്ലാം നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട്, എസ്പെഷ്യലി സോവിയറ്റ് സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. By the year 1924, the new filmmakers like Lev Kuleshov and Sergei Eisenstein propagated a new revolutionary culture in their films, and they established the Association of Revolutionary Cinematography, which was an association of Soviet filmmakers. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോസ് വരുന്നതായി കാണുന്നു. ഈ സ്റ്റുഡിയോസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ കോർഡിനേറ്റിംഗ് കമ്പനി വരുന്നതായിട്ട് കാണുന്നു. സ്റ്റേറ്റ് ഫിലിം സ്കൂൾ സ്ഥാപിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ വളർന്നു വന്നൊരു കാര്യമാണ് ഡയറക്ടേഴ്സിന്റെ അസോസിയേഷൻ. പ്രധാനമായും 2 അസോസിയേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ലെവ് കുലഷോവും സെർഗെ എസൻസ്റ്റൈനും ഭാഗമായിരുന്ന അസോസിയേഷൻ ഓഫ് റെവല്യൂഷണറി സിനിമാറ്റോഗ്രഫി, ARC എന്ന് ചുരുക്കപ്പേരുള്ള. അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു എതിർ പാർട്ടി പോലെ ഒരു ഒപ്പോസിംഗ് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലെഡ് ബൈ സിഗ ബെർട്ടോഫ് ആൻഡ് ഹി എസ്റ്റാബ്ലിഷ്ഡ് കിനോക്കി, വിച്ച് ഈസ് അനദർ കളക്റ്റീവ് ഓഫ് സോവിയറ്റ് ഫിലിം മേക്കേഴ്സ്. ഒരുപക്ഷെ ഈ ലെവ് കുലഷോവിന്റെയും സെർഗെ ഐസൻസ്റ്റൈന്റെയും എല്ലാം ആശയങ്ങൾക്ക് എതിർത്ത് നിന്നിരുന്ന ഒരു കൂട്ടമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കിനോക്കി ഫിലിം മേക്കേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. So Siga Vertov turned out to be a major opponent to the Soviet cinema, particularly fiction film of Kuleshov and Eisenstein. By establishing his own Kinoki group, he brought out some documentaries celebrating industrialization and the worker. അങ്ങനത്തെ ഒരു സിനിമക്ക് ഒരു എക്സാമ്പിളും കൊടുത്തിരിക്കുകയാണ് എ മാൻ വിത്ത് എ മൂവി ക്യാമറ, വിച്ച് കെയിം ഔട്ട് ഇൻ 1929. The revolutionary film style, Soviet montage, proved to be the right vehicle to represent the hardships after the revolution. അപ്പൊ ഈ മൊണ്ടാഷ് ടെക്നിക്കിലൂടെ ഈ പറഞ്ഞ ആ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിനെ സ്ക്രീനിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. Lev Kuleshov is identified as the inventor of Soviet montage, which was based on the 2 major principles of the ideology of revolution and constructivism. He maintained the view that each shot in a montage acts like a building block, which in turn creates new meanings when juxtaposed with other. നേരത്തെ കുലഷോവ് എഫക്റ്റിനെ പറ്റി പറഞ്ഞായിരുന്നു, മൊണ്ടാഷിനെ പറ്റി പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് ഈ സെന്റൻസുകളിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. The created surface of the earth by Kuleshov is an example of another technique in re-editing, which is known as creative geography. അപ്പോൾ കുലഷോവ് എഫക്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി പുതിയൊരു എഫക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ക്രിയേറ്റീവ് ജോഗ്രഫി. എന്താണ് ക്രിയേറ്റീവ് ജോഗ്രഫി എന്ന് നോക്കാം. It's also known as artificial landscape. It is a film-making technique invented in the 1920s by Lev Kuleshov. It refers to the method of filming scenes at multiple locations or various times of the day, but editing them in such a way that it appears to be one continuous location or time. ഇത്രയേ ഉള്ളൂ. പല ലൊക്കേഷനുകളിലായിരിക്കാം ഷോട്ട്സ് എടുക്കുന്നത്.
ഒരു ദിവസത്തിന്റെ പല സമയത്തായിരിക്കാം ഷോർട്സ് എടുക്കുന്നത്. പക്ഷെ എഡിറ്റിംഗിന്റെ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോർട്സിനെ ഒരു സ്ഥലത്ത് വെച്ചെടുത്തായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈമിൽ ക്രൊണോളജിയിൽ തന്നെ ഷൂട്ട് ചെയ്ത ഒരു സാധനമായിട്ട് തോന്നിക്കുന്ന രീതിയിലായിരിക്കും എഡിറ്റിങ്ങിലൂടെ, അല്ലെങ്കിൽ എഡിറ്റിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന വിഷ്വൽസിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇതിനാണ് ക്രിയേറ്റീവ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് സിനിമാ പ്രവർത്തകരെയും സംവിധായകരെയും അവരുടെ പ്രത്യേകമായിട്ടുള്ള കുറച്ച് സിനിമകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. Sebol Pudovkin's Mother, which came out in 1926, is a movie that makes use of naturalistic characterization and montage. Alexander Dovzhenko's works concentrated on rural Russia. Individual idealism and effort overcoming the landed peasantry's resistance to Stalin's collectivizing program for farms find expression in the film The Earth. Alexander Dovzhenkoയുടെ ഒരു സിനിമയാണ് കേട്ടോ. The Extraordinary Adventures of Mr. West in the Land of Bolsheviks, Lev Kuleshov സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. It falls into the genre detective action comedy which was developed by Kuleshov. അപ്പൊ റഷ്യൻ സിനിമ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റഷ്യൻ സിനിമയുടെ ചരിത്രത്തിൽ കാണുന്ന കുറച്ച് പ്രധാനപ്പെട്ട സിനിമകളും അവരുടെ സംവിധായകരും പിന്നെ പ്രത്യേകമായിട്ടുള്ള കുറച്ച് എഡിറ്റിംഗ് ടെക്നിക്സും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് മനസ്സിലാകുന്നത്. By 1928, the montage cinema gave way to post-revolutionary socialist realism. Most of the filmmakers were obliged to conform to the socialist realism, especially after Stalin's insistence on it. Realism എന്താണ്? നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ അതേപടി പ്രസന്റ് ചെയ്യുന്നതാണ് റിയലിസം എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് റിയലിസം എന്താണ്? സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ അതേപടി റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില ഒരു സിദ്ധാന്തങ്ങൾ വന്നതോടെ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്ന കാര്യം ഇല്ലാണ്ടായ എന്നുള്ളത്. അതായത് കുലേഷോഫ് മോണ്ടാഷ് എഫക്ട് കൊണ്ടുവന്ന പോലെ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ജോഗ്രഫി എന്ന് പറയുന്ന പുതിയ കാര്യം കൊണ്ടുവന്ന പോലെ, ഇതിന്റെ അഡാപ്റ്റേഷൻസ് സെർഗെ ഐസൻസ്റ്റൈൻ നടത്തിയ പോലെ ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റേഷൻ നടത്തുവാനായിട്ട് ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായിട്ട് മാറി. ഈ ഒരു കാര്യത്തിലാണ് ഏർലി സോവിയറ്റ് സിനിമയുടെ ഡിസ്കഷൻ തീരുന്നത്. ഇനി നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ഫ്രഞ്ച് പോയറ്റിക് റിയലിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഫ്രാൻസിന്റെ സിനിമാ ചരിത്രവുമായിട്ടാണ് അതിന് ബന്ധമുള്ളത്. നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം തന്നെ ഫ്രഞ്ച് പോയറ്റിക് റിയലിസം എന്താണെന്ന് ഞാൻ പറയാം. It was a film movement in France that happened in the 1930s that integrated innovative visual style into traditional realism. So, mixing of experimentation with tradition. അതാണ് ഫ്രഞ്ച് പോയറ്റിക് റിയലിസത്തിൽ സംഭവിച്ചത്. The movement's premier films focus on a use of long shots, the confluence of tragedy and comedy, and the theme of doomed love. ഇതൊക്കെയായിരുന്നു ആ സിനിമയുടെ, ഇല്ലെങ്കിൽ ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വന്ന സിനിമയുടെ പ്രത്യേകതകൾ. യൂസ് ഓഫ് ലോങ് ഷോട്ട്സ്, the confluence or mixing of tragedy and comedy, the theme of doomed love, അവസാനിക്കുന്ന ഒരു അന്ത്യമുള്ള ഒരു പ്രണയം. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഫ്രഞ്ച് പോയറ്റിക് റിയലിസത്തിന്റെ ഭാഗമായിട്ട് വന്ന സിനിമകളിൽ നമ്മൾ പ്രധാനമായും കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഈ മൂവ്മെന്റ് എങ്ങനെയാണ്, ഈ പ്രസ്ഥാനം എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. The 1920s and 1930s witnessed some important contributions of France to the avant-garde. avant-garde എന്താണ്? എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആർട്ടിനാണ് പലപ്പോഴും നമ്മൾ avant-garde എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The 1920s and 1930s witnessed some important contributions of France to the avant-garde and experimental cinema. The film industry in France before 1935 was dominated by two major film trusts, Pathé and Gaumont. The abolition of these two trusts in the mid-1930s paved the way for the emergence of small independent film makers. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഈ ഫ്രഞ്ച് പോയറ്റിക് റിയലിസം എന്ന് പറയുന്ന മൂവ്മെന്റ് വന്നതെന്നുള്ളതാണ്. അപ്പൊ തുടക്ക കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള രണ്ട് ഫിലിം ട്രസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്, ഫിലിം കമ്പനീസ് ആണ് ഉണ്ടായിരുന്നത്, പാത്തേ ആൻഡ് ഗോമോണ്ട് എന്ന് പറഞ്ഞു. ഇത് ചാൾസ് പാത്തേയും ലിയോൺ ഗോമോണ്ടും ചേർന്ന് നടത്തിയിരുന്ന രണ്ട് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ ട്രസ്റ്റുകളാണ്. അപ്പൊ ഇത് 1930കളിൽ നിരോധിച്ചതോടെ പുതിയ പുതിയ സിനിമാ സംവിധായകർ വളർന്നു വരുവാനായിട്ട് തുടങ്ങി. These producers and directors influenced the revival of art cinema in France, especially between 1935 and 1939. ഇപ്പോൾ നമ്മൾ കുറേശ്ശെ ഫ്രഞ്ച് പോയറ്റിക് റിയലിസം എന്ന് പറയുന്ന മൂവ്മെന്റിലേക്ക് വരികയാണ്. The most noted figures of this poetic realist movement were Yves Allégret, Marcel Kahn, Julien Duvivier, Jean Gremillion and Jean Renoir.
അപ്പൊ ഈ ഒരു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പേരുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഈവ്സ് അലഗ്രെറ്റ്, മാർഷൽ ഖാൻ, ജൂലിയൻ ഡുവിവിയർ, ജോൺ ഗ്രെമീലിയൻ and Jean Renoir. Their productions enabled French cinema to regain its weakened reputation after the First World War. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഫ്രഞ്ച് സിനിമക്ക് വലിയ ആരാധകരില്ലായിരുന്നു, വലിയ പോപ്പുലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഫ്രഞ്ച് പോയറ്റിക് റിലീസം എന്ന് പറഞ്ഞ മൂവ്മെന്റ് വരികയും ആ മൂവ്മെന്റിൽ ഉണ്ടായിരുന്ന ഈ പ്രധാനപ്പെട്ട കുറച്ച് ഡയറക്ടേഴ്സ് അവരുടെ സിനിമ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രഞ്ച് സിനിമ സ്റ്റാർട്ടഡ് റീഗെയിനിങ് ഇറ്റ്സ് പോപ്പുലാരിറ്റി. The historical context of the rise and fall of the Popular Front Party had a connection with the emergence of the school of Poetic Realism. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അലയൻസ് ആണ് ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് പാർട്ടി. പല സെക്ഷൻസ് ചേർന്ന ഒരു അലയൻസ് ആയിരുന്നു ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് പാർട്ടി. അതിൻ്റെ ഒരു വളർച്ചയും തളർച്ചയും എല്ലാം ഈ പറഞ്ഞ ഫ്രഞ്ച് പോയറ്റിക് റിയലിസത്തിന്റെ വരവിനോട് നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. The party which came to power in 1936 had promised an array of social reforms which generated a wave of optimism in the mind of the masses. അപ്പോൾ ഈ പാർട്ടി അധികാരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറെ മാറ്റങ്ങൾ, കുറെ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുമെന്നും സിനിമക്ക് നല്ലതും സിനിമയെ വളരാനും സഹായിക്കുന്ന തരത്തിലുള്ള കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് അവർ നേരത്തെ ഡിക്ലെയർ ചെയ്തായിരുന്നു. The political and economic degradation that followed and the threat of war challenged the execution of the reforms envisioned by the party. പക്ഷെ നിർഭാഗ്യവശാൽ ഇവർ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഈ പറഞ്ഞ യുദ്ധത്തിന്റെ ഒരു പ്രതീതി നിലനിന്നിരുന്നുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റം തന്നെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്, അന്തരീക്ഷമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ there was both optimism and pessimism in the crowd, in the public. These alternate waves of optimism and pessimism were reflected in the films of the time. ഈ കുറച്ച് സിനിമകളുടെ പേരും അവരുടെ സംവിധായകരുടെ പേരും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ജോൺ റെനോയേഴ്സ് ദ ക്രൈം ഓഫ് മോൺസിയർ ലാങ്, ലൈഫ് ഈസ് അസ്. And this particular films, it represented working class solidarity. And ഈ വർക്കിംഗ് ക്ലാസ് സോളിഡാരിറ്റി റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒപ്റ്റിമിസം, ഒരു പോസിറ്റിവിറ്റി ഒക്കെയാണ് ആ സിനിമയിലൂടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. The ensuing desperation of the decline of the Popular Front gave rise to deeply pessimistic movies like Marcel Khan's Pot of Shadows, The Sun Goes Up, and Renoir's The Rule of the Game. അപ്പൊ ഇവരുടെ പതനത്തിലൂടെ, ഈ പോപ്പുലർ ഫ്രണ്ട് പാർട്ടിയുടെ പതനത്തിലൂടെ സംഭവിച്ച അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് വന്ന പ്രത്യേകമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റിയൊക്കെ ചില സിനിമകളിലൂടെയൊക്കെ പ്രദർശിപ്പിക്കാനായിട്ട് അന്നത്തെ സംവിധായകർ ശ്രമിച്ചായിരുന്നു. അതിനുള്ള എക്സാമ്പിൾ ആണ് പോട്ട് ഓഫ് ഷാഡോസ്, ദ സൺ ഗോസ് അപ്പ് ആൻഡ് ദ റൂൾ ഓഫ് ഗെയിം. It cannot be assumed that all films of this time conform to the optimism and pessimism of this period. അപ്പൊ എല്ലാ സിനിമകളും ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പാർട്ടിയുടെ വളർച്ചയും തളർച്ചയും സമൂഹത്തിൽ കൊണ്ടുവന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്നത്തെ സിനിമയിലൂടെ പ്രദർശിപ്പിച്ചത്, ഇല്ലെങ്കിൽ അങ്ങനത്തെ ആശയങ്ങൾ മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചെന്ന് പറയാനായിട്ട് സാധിച്ചില്ല. അല്ലാത്ത കുറച്ച് സിനിമകളും ഒക്കെ ഉണ്ടായിരുന്നു. ഡുവിവിയസ് വർക്ക്സ് പെപ്പെ ലെ മോക്കോ. പെപ്പെ ലെ മോക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഗാങ്സ്റ്ററിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് പെപ്പെ ലെ മോക്കോ. ആൻഡ് ദേ വേ 5 were echoing undyingly pessimistic messages in the early optimistic period. അപ്പൊ ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് പീരീഡിൽ, അതായത് പോപ്പുലർ ഫ്രണ്ട് പാർട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന തരത്തിലുള്ള പല സിനിമകളിലൊക്കെ ഇറങ്ങിയായിരുന്നു. അതിന് രണ്ട് എക്സാമ്പിൾ ആണ് ഇപ്പോൾ പറഞ്ഞത്. ജൂലിയൻ ഡുവിവിയസ്, പെപ്പെ ലെ മോക്കോ ആൻഡ് ദേ വേ 5. He was not a sympathizer of the left party. Jean Gremillien's Lady Killer was a film which told the story of the destruction of a man who forgoes his duties. ഇപ്പൊ ഇത്തരത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി കൺവേ ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ ഒപ്റ്റിമിസം, അതായത് പോപ്പുലർ ഫ്രണ്ട് പാർട്ടിയുടെ വളർച്ചയുടെ സമയത്തും ഒക്കെ വന്നായിരുന്നു. ഇപ്പൊ എല്ലാത്തരം സിനിമകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു മൂവ്മെന്റ് ആണ് സർറിയലിസം എന്ന് പറഞ്ഞ മൂവ്മെന്റ്. അതിൽ തന്നെ സർറിയലിസം എന്ന് പറഞ്ഞ മൂവ്മെന്റിനെ പറ്റി ഞാൻ ഒരു സെന്റൻസ് പറയാം. It was a 20th century movement of artists and writers who used fantastic images and incongruous juxtapositions in order to represent unconscious thoughts and dreams. സർറിയലിസത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് ഈ ഒരു സെന്റൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ കാലഘട്ടത്തിലെ എഴുത്തുകാരും ഈ പറഞ്ഞ കലാകാരന്മാരും ഒക്കെ ചെയ്തത്, they used fantastic images and incongruous juxtaposition. തമ്മിൽ ചേരാത്ത കാര്യങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. Incongruous juxtapositions എന്തിനു വേണ്ടിയാണ്? In order to represent unconscious thoughts and dreams.
ഒരു പക്ഷേ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ അങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അതെല്ലാം ഒരുപക്ഷെ കണക്റ്റഡ് ആണോന്നും നിർബന്ധമില്ല. ഇറ്റ് വിൽ ബി ഡിസ്കണക്റ്റഡ് ഓർ അൺകണക്റ്റഡ്. അപ്പൊ അത്തരത്തിൽ ആ അൺകണക്റ്റഡ് സ്റ്റേറ്റസ് ആണ് ഈ പറഞ്ഞ സർറിയലിസ്റ്റിലൂടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. And this particular movement was a major influence on the films of this genre, which were characterized by a strong emphasis on mise-en-scène, decor, സെറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്. അപ്പൊ ഈ ഒരു മൂവ്മെന്റിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടായി ആ കാലഘട്ടത്തിലുണ്ടായ ഫ്രഞ്ച് സിനിമയിൽ. ആ ഇൻഫ്ലുവൻസ് പ്രധാനമായും നമ്മൾ കണ്ടിരുന്നത് മിസൻസെൻ. മിസൻസെൻ ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നെ പറഞ്ഞായിരുന്നു. ഒരു ഷോട്ടിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു അതിനെല്ലാം ചേർത്ത് നമുക്ക് വേണമെങ്കിൽ മിസൻസെൻ എന്ന് പറയാം. അപ്പൊ ആ മിസൻസെനിൽ ഡെക്കറിങ്ങില്, ഡെക്കറേറ്റിംഗില്, സെറ്റിംഗില്, ലൈറ്റിംഗിൽ ഇതിലെല്ലാം നമ്മൾ കാണാൻ സാധിച്ചു ഈ മൂവ്മെന്റിന്റെ ഇൻഫ്ലുവൻസ്. These films portrayed a kind of recreated realism which could be differentiated from the social realism of the documentary. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എ റീക്രിയേറ്റഡ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല, പക്ഷെ റീക്രിയേറ്റഡ്. കാരണം സർറിയലിസം എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിൽ നിന്ന് വന്നൊരു മൂവ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ചുറ്റുപാടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സിനിമയാണെന്ന് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ there was something called a recreation happening in the background. Poetic symbolism thrived in the narrative of these films, which entertained the notion of fatalism. Fatalism is a philosophical doctrine holding that all events are predetermined in advance for all time and human beings are powerless to change them. It more or less deals with what you call as fate. അപ്പോൾ നിങ്ങളുടെ ഫേറ്റ് എന്താണെന്നുള്ളത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് മാറ്റുവാനായിട്ടോ അത് വ്യത്യസ്തപ്പെടുത്തുവാനായിട്ടോ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അത്തരത്തിലുള്ളൊരു സിദ്ധാന്തമാണ് ഈ പറഞ്ഞ ഫേറ്റലിസം എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ സിനിമയിലേക്ക് കടന്നേറി വരാനായിട്ട് തുടങ്ങി. The essential doom of the male protagonist was conveyed through the narrative technique of the film. Setting, gestures, movement, verbal and non-verbal communication and the lighting effects were so contrived as to emphasize the degeneration of the protagonist. അപ്പൊ അന്ത്യത്തിലേക്ക് നടന്ന് ചെല്ലുന്ന ഒരു പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ ഒരു കഥാപാത്രം, അതാണ് നമ്മൾ ഈ സിനിമയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അത് സെറ്റിങ്ങിലാണെങ്കിലും ഈ പറഞ്ഞ കഥാപാത്രത്തിന്റെ ജെസ്റ്റേഴ്സിലൂടെ ആണെങ്കിലും മൂവ്മെന്റിലാണെങ്കിലും വേർബൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഇതിലെല്ലാത്തിലൂടെയും അവന്റെ അന്ത്യത്തിലേക്ക് നടന്ന് ചെല്ലുന്നു എന്ന് പറഞ്ഞൊരു ആശയമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. Side lighting of the hero's face, part lighting of the space in which he exists, or highlighting the objects that are of symbolic significance to him were some of the features which provided an aura of poetic realism to the film. അപ്പൊ എത്തരത്തിലാണ് ഷോർട്സ് ക്രമീകരിച്ചതെന്നുകൂടെയാണ് ഇവിടെ പറയുന്നത്. സൈഡ് ലൈറ്റിംഗ് ഓഫ് ദ ഹീറോസ് ഫേസ്. സൈഡ് ലൈറ്റിംഗ് ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ലൈറ്റിംഗ് ഉള്ളത്. ഇല്ലെങ്കിൽ പാർട്ട് ലൈറ്റിംഗ് ഓഫ് ദ സ്പേസ്. മൊത്തത്തില് ഒരു പൂർണ്ണമായി ഇരുണ്ട അല്ലെങ്കിലും ഭാഗികമായി ഇരുണ്ട ഒരു പ്രദേശത്തായിരിക്കും ഈ പറഞ്ഞ ക്യാരക്ടർ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഹൈലൈറ്റിംഗ് ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ ഓഫ് സിംബോളിക് സിഗ്നിഫിക്കൻസ് ടു ഹിം. അപ്പൊ ഈ പറഞ്ഞ മരണം അല്ലെങ്കിൽ അവന്റെ അന്ത്യം ഏത് തരത്തിലാണ് ഒരു സിമ്പിളിലൂടെ കാണിക്കാൻ സാധിക്കുന്നത്, ഇല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗമായിട്ട് ബന്ധിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെ സ്ക്രീനിൽ സെറ്റിങ്ങിൽ ഹൈലൈറ്റ് ചെയ്യുക. അപ്പൊ ഈ കുറെ ടെക്നിക്സിലൂടെയാണ് പോയറ്റിക് റിയലിസം ഈ പറഞ്ഞ ഈ ഫ്രഞ്ച് സിനിമയിൽ കൂടുതലായും, അല്ലെങ്കിൽ പോയറ്റിക് റിയലിസം എന്ന് പറഞ്ഞ കാര്യം ഫ്രഞ്ച് സിനിമയിൽ കണ്ടിരുന്നത് ഈ ചില ടെക്നിക്സിലൂടെയാണ്. The script writer, the designer of the sets, the lighting expert and the composer of music track colluded to achieve the effect created by these films. അപ്പൊ ഈ ആൾക്കാരെല്ലാം ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. സ്ക്രിപ്റ്റ് റൈറ്റർ, ഡിസൈനർ ഓഫ് ദ സെറ്റ്സ്, ദ ലൈറ്റിംഗ് എക്സ്പേർട്ട് ആൻഡ് ദ കമ്പോസർ ഓഫ് മ്യൂസിക് ട്രാക്ക്, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രഞ്ച് പോയറ്റിക് റിയലിസത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഫീച്ചേഴ്സ് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. ഈ ഒരു കാര്യത്തിലാണ് ഫ്രഞ്ച് പോയറ്റിക് റിയലിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ടെക്സ്റ്റ് ബുക്കിൽ അവസാനിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കുവാനായിട്ടുള്ളത് ദ ഫ്രഞ്ച് ന്യൂ വേവ് അല്ലെങ്കിൽ നൊവെൽ വാഗ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റിനെ പറ്റിയാണ്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ദ ഫ്രഞ്ച് ന്യൂ വേവ് അല്ലെങ്കിൽ നൊവെൽ വാഗ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ദ കാഹിസ് ഡു സിനിമ group had labeled the existing cinema of the 1950s in France as daddy cinema, pointing out the lack of social realism in these films. Cahiers du Cinema group എന്ന് പറഞ്ഞാൽ it's a French film magazine which was co-founded in 1951. ഇപ്പൊ 1950s ഫ്രാൻസിൽ ഇറങ്ങിയ സിനിമകളെ ഡാഡി സിനിമ എന്നാണ് കായേഴ്സ് ഡു സിനിമ ഗ്രൂപ്പ് വിശേഷിപ്പിച്ചത്. അവരതിനൊരു കാരണവും പറഞ്ഞു. ഇറ്റ് ലാക്ഡ് സോഷ്യൽ റിയലിസം.
ഡാഡി സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായ ഒരു ഉദ്ദേശം ഇറ്റ് ഓഫേഴ്സ് ഓൺലി എ സിംഗിൾ പെർസ്പെക്റ്റീവ്, ഒരു പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാട് മാത്രമാണ് ആ സിനിമകളിലൂടെ ജനങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡാഡി സിനിമ എന്ന് വിളിച്ചിരുന്നത്. കായസ് ഡു സിനിമ ഗ്രൂപ്പ് പറഞ്ഞൊരു കാരണം ഇതാണ്, ഇറ്റ് ലാക്ക് സംതിങ് കോൾഡ് സോഷ്യൽ റിയലിസം. The tendency to remain script-led and the excesses of safe psychology were some of the allegations against this type of films. ഇപ്പൊ 1950s ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ച് സിനിമയുടെ പോരായ്മകളാണ് കായസ് ഡു സിനിമ ഗ്രൂപ്പ് പോയിന്റ് ഔട്ട് ചെയ്തത്. ഒരു സിംഗിൾ പെർസ്പെക്റ്റീവ് മാത്രമാണ് കൈമാറിയിരുന്നത്. സോഷ്യൽ റിയലിസം എന്ന് പറഞ്ഞ കാര്യം അതിനകത്ത് ഉൾക്കൊള്ളിച്ചില്ലായിരുന്നു. ഇറ്റ് വാസ് സംതിങ് വിച്ച് സ്ക്രിപ്റ്റ്ലെഡ്, സ്ക്രിപ്റ്റിലുള്ള മാത്രമാണ് സിനിമയിലൂടെ അല്ലെങ്കിൽ വിഷ്വൽ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ലഭിച്ചിരുന്നത്. ആൻഡ് ദ എക്സസസ് ഓഫ് സേഫ് സൈക്കോളജി, സമൂഹത്തിൽ നല്ലത് മാത്രം ഉൾക്കൊള്ളിക്കുക, അല്ലാതെ സമൂഹത്തിലുള്ള തിന്മകളെ പറ്റി പറയാവുന്ന ഒരു തലത്തിലേക്ക് ആ കാലഘട്ടത്തിലുള്ള സിനിമ കടക്കുന്നില്ലായിരുന്നു. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ വരുന്നത്, അല്ലെങ്കിൽ നൊവേൽ വാഗ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. A group of filmmakers belonging to the new generation deliberately turned away from the contemporary cinema trends of the 1950s, characterized by literary adaptations, costume dramas, and massive co-productions. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു കൂട്ടം ഉണ്ടായിരുന്നു, അവര് ഒരു സിനിമാക്കാരുടെ കൂട്ടം ഉണ്ടായിരുന്നു. അവര് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമാ നിർമ്മാണം, സിനിമാ സംവിധാനത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വ്യതിചലിച്ചങ്ങ് പോയെന്നുള്ളതാണ്. തരത്തിലൂടെയാണ് അവരത് വ്യതിചലിച്ചത്. They did it through literary adaptations, through costume dramas, and also through massive co-productions. The term Nouvelle Vague was originally coined in the 1950s by François Giraud, the editor of the then center-left weekly L'Express, to refer to a new socially active youth class. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് കേട്ടോ മക്കളെ, അതൊന്ന് കുറിച്ചിട്ടേക്കുക. The term Nouvelle Vague was originally coined in the 1950s by François Giraud. And who was he? He was the editor of L'Express, which was a weekly magazine. And he used this particular term to address a new socially active youth class. The youthful actor Gerard Philippe എന്ന് പറഞ്ഞാൽ he was a prominent French actor. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇതാണ്. 1944 59 ഇടക്ക് 32 സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. And he had a great appeal for the audience. So the youthful actor Gerard Philips' appeal on the audience of the times and the tremendous success of the 28-year-old Roger Vladim's and God-created woman were the two main reasons for this term being linked with the current trends in cinema. അപ്പൊ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു പേര് നൊവേൽ വാഗ് എന്ന് പറഞ്ഞ പേര് അത് പോപ്പുലർ ആവാൻ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ജെറാർഡ് ഫിലിപ്പിന്റെ ഓഡിയൻസിന്റെ പുറത്തുള്ള അപ്പീൽ. രണ്ടാമത്, റോജർ വ്ലാഡിം നിർമ്മിച്ച ആൻഡ് ഗോഡ് ക്രിയേറ്റഡ് വുമൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഇമ്പാക്ട്. The film producers of the time preferred young hands both on screen and behind the camera. The gap that existed between the older and younger generation of filmmakers also boosted the emergence of a new kind of cinema. നൊവേൽ വാഗ് അല്ലെങ്കിൽ ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ എങ്ങനെ ഉണ്ടായെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പല കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ പറഞ്ഞ കായസ് ഡു സിനിമ ഗ്രൂപ്പ് പലതരത്തിലുള്ള അലിഗേഷൻസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിനിമകൾക്കെതിരെ പറയുവാനായിട്ട് തുടങ്ങി. കായസ് ഡു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു മാഗസിൻ തന്നെയാണ്. അവരുടെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ക്രിറ്റിസിസം തന്നെയായിരുന്നു. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കൂട്ടം ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. അവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിനിമാ നിർമ്മാണ, സിനിമാ സംവിധാന രീതികളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് കാര്യങ്ങളെ ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങി. ജെറാർഡ് ഫിലിപ്പിന്റെ ഇമ്പാക്ട്, ആൻഡ് ഗോഡ് ക്രിയേറ്റഡ് വുമൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഇമ്പാക്ട്, അതേപോലെ തന്നെ പുതിയ ആൾക്കാർ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് വരികയുണ്ടായി. അപ്പൊ ഈ പറഞ്ഞ പഴയ ആൾക്കാർ ഗ്രാജുവലി അതിൽ നിന്ന് മാറുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കാരണങ്ങളെല്ലാം ചേർന്ന് കഴിഞ്ഞാണ് ഫ്രഞ്ച് ന്യൂ വേവ് സിനിമയിലേക്ക് നയിക്കുന്നത്. The new wave emerged in the late 1950s with Truffaut's The 400 Blows and Jean-Luc Godard's Breathless. ഇപ്പോൾ ട്രുഫോർട്ടിന്റെ The 400 Blows, ഗൊദാർഡിന്റെ Breathless എന്ന ഈ 2 സിനിമകൾ ഇറങ്ങിയോടെയാണ് ന്യൂ വേവ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്, ഒരു പ്രസ്ഥാനം നിലയുറപ്പിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. Most of the first films of the school were created by critics who belonged to the Kayes group. കുറച്ച് സംവിധായകരുടെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോഡ് ഷാബ്രോൺ, ജോൺ ലൂക്ക് ഗൊദാർഡ്, ഷാക് റിവെറ്റ്, എറിക് റോമർ, ഫ്രാൻകോ ട്രുഫോർട്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരും ചേർന്നാണ് ഈ ഫ്രഞ്ച് ന്യൂ വേവ് സിനിമക്ക് തുടക്കം ഇടുന്നത്. Le Beaux-Arts
It's a French film directed by Claude Chabrol. ഈ പേര് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. And this particular title can be translated as Handsome Sergeant. And it came out in 1958. So Le Beau Sarge and Lee 400 Coups അല്ലെങ്കിൽ The 400 Blows by Truffaut, നേരത്തെ പറഞ്ഞൊരു ടൈറ്റിൽ തന്നെയാണ്. These were considered as the trailblazers of this new wave cinema. Godard's Breathless and René's Hiroshima My Love also fitted into this pattern. ഇപ്പോൾ ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈറ്റിലുകളൊക്കെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ദ 400 ബ്ലോസ്, ബ്രെത്ത്ലെസ്, Le Beau Sarge, ലീ 400 കൂപ്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം തന്നെയാണ്. ഹിറോഷിമ മൈ ലവ്, ഇതൊക്കെയാണ് ഫ്രഞ്ച് ന്യൂ വേവ് സിനിമയായിട്ട് നമ്മൾ കേൾക്കുന്ന ടൈറ്റിൽസ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കേൾക്കുന്ന ടൈറ്റിൽസ്. The theoretical writings of the Carriers journals, which advocated the primacy of the auteur and mise en scène, had established a tremendous influence on the filmmakers of the new wave. Apart from this, several independent filmmakers who were not associated with any groups were following certain practices which were counter to the dominant trends. Agnes Varda, in her celebrated work The Short Point, had incorporated certain counter practices like location shooting, use of non-professional actors, deliberate distanciation to evade spectator identification, and ignoring the chronological sense of the classical narrative. അപ്പോൾ ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ന്യൂ വേവ് സിനിമ വന്നിരുന്ന കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കൂട്ടത്തിലൊന്നും പെടാത്ത സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ആഗ്നസ് വെർദയുടെ പേര് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേകമായിട്ടൊരു സിനിമയുടെ പേരും കൊടുത്തിട്ടുണ്ട്, ദ ഷോർട്ട് പോയിന്റ്. ഇതിൽ പ്രത്യേകമായിട്ടുള്ള കുറച്ച് ഒരു എക്സ്പെരിമെന്റേഷൻ നടത്തിയൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ലൊക്കേഷൻ ഷൂട്ടിംഗ്, കൂടുതലും സ്റ്റുഡിയോസിലാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആഗ്നസ് വെർദ ഷി പ്രിഫേർഡ് ലൊക്കേഷൻ ഷൂട്ടിംഗ്, യൂസ് ഓഫ് നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ്. സിനിമകളിൽ പ്രൊഫഷണൽ ആക്ടേഴ്സിനെ പലപ്പോഴും ഉൾക്കൊള്ളിക്കാറില്ല. ആഗ്നസ് വെർദ ഷി വെന്റ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ്സ് ഓഫ് ദ പീരീഡ് ആൻഡ് ഷി ഇൻകോർപ്പറേറ്റഡ് നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ് and a deliberate distanciation എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ഇടുക ബിറ്റ്വീൻ ദ പെർഫോമൻസ് ആൻഡ് ദ ഓഡിയൻസ്. എന്തിനു വേണ്ടിയാണ്? ടു ഇവേഡ് സ്പെക്ടേറ്റർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇഗ്നോറിംഗ് ദ ക്രോണോളജിക്കൽ സെൻസ് ഓഫ് ദ ക്ലാസിക്കൽ നറേറ്റീവ്. അപ്പൊ ഈ പറഞ്ഞ ഒരു പക്ഷേ ഒരു ബെട്രോൾ ബ്രെറ്റിന്റെ ഒക്കെ എലിനേഷൻ എഫക്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. ഈ പറഞ്ഞ ഓഡിയൻസ് they must not familiarize themselves with the happenings on the stage അല്ലെങ്കിൽ on the screen. അതിനുവേണ്ടിയാണ് ഒരു ഡിസ്റ്റൻസിയേഷൻ എഫക്റ്റ് ആഗ്നസ് വെർദ അവരുടെ സിനിമകളിൽ കൊണ്ടുവന്നിരുന്നത്. ഇനി അതേപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണ് ഇഗ്നോറിംഗ് ദ ക്രോണോളജിക്കൽ സെൻസ് ഓഫ് ദ ക്ലാസിക്കൽ നറേറ്റീവ്. അപ്പൊ ഒരു രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് അത് ക്രൊണോളജിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇൻ ടൈം എന്ന് പറഞ്ഞ ഒരു കാര്യമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത്തരത്തിലല്ലായിരുന്നു ആഗ്നസ് വെർദ പോലെയുള്ള സംവിധായകർ ചെയ്ത സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. Some filmmakers of the school followed the practice of criticizing the bourgeois, which created an illusion that the French New Wave was a radical and political cinema. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചില സംവിധായകർ എന്ത് ചെയ്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബൂർഷ്വാകളെ ഒന്ന് വിമർശിക്കുവാനായിട്ട് സിനിമ എന്ന് പറഞ്ഞ മാധ്യമം ഉപയോഗിച്ചു. അപ്പോ ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടെ ലഭിക്കുകയുണ്ടായി. The two factions of the French New Wave, which appeared during 1958 to 1962 and 1966 to 68, had a clear impact on the future cinemas. അപ്പൊ ഇതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സിനിമക്കെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന സിനിമയെ, അല്ലെങ്കിൽ സിനിമ ഇന്ന് എവിടെ എത്തിച്ചേർന്നോ അതിൽ വളരെ വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തുണ്ടായിരുന്ന ഈ പറഞ്ഞ സിനിമകളെ പറ്റിയും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും. The new wave welcomed a huge influx of filmmakers and ushered in the democratization of the camera. Democratization of camera means equal representation of everyone. Gender വ്യത്യാസമില്ലാതെ, റേസ് വ്യത്യാസമില്ലാതെ equal representation of everyone. The 1970s and 1980s witnessed the entry of women, blacks and viewers in the realm of film making. Film acting അല്ല, film making. ആരൊക്കെയാണ്? വിമൻ, ബ്ലാക്സ് ആൻഡ് വ്യൂവേഴ്സ് ആരാണ്? ദ അറബ് കമ്മ്യൂണിറ്റി. അവരാണ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാം ഈ പറഞ്ഞ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലേക്ക്, ആ ഒരു റെലമിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഏത് കാലഘട്ടത്തിൽ? 1970s 1980s. These films were criticized for their focus on individuals, emphasis on auteur and the confessional style followed by them. ഈ സിനിമകൾക്കും ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകളാണ് ഇവിടെ അവസാനത്തെ സെന്റൻസിൽ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. Emphasis on auteur. Auteur means the person or the director who is can be regarded as a central figure in that particular film. The confessional style and also focus on individuals. ചിലപ്പോൾ പ്രത്യേകമുള്ള കഥാപാത്രങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് സിനിമ ഇറക്കുക, ഇല്ലെങ്കിൽ ഡയറക്ടറിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക.
ഇല്ലെങ്കിൽ കൺഫെഷണൽ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള കുറച്ച് വിമർശനങ്ങളും ആ കാലത്തുള്ള സിനിമകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോ ലെസണിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കീഴിൽ കമന്റ്സ് ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഞാൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.